സോ ഹായ് ഗൈസ്, ഇത് എന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഈ ഒരു ഈ ഒരു ചാനലല്ല, ഇതിന് മുമ്പേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഒരു ജിം കണ്ടന്റ് റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ ഫസ്റ്റ് ആണ്. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ലൈക്ക് ഒരു സ്മോൾ ബാക്ക് ഡേ വർക്കൗട്ട് ആണ്. And ഞാൻ എന്താണെന്നും എന്നെ അറിയാത്തവർക്ക്, ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ നമുക്ക് വഴിയേ പറഞ്ഞു തരാം എന്തൊക്കെയാണ് എന്റെ പരിപാടി വർക്കൗട്ട് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രിയാറ്റിൻ വെച്ചിട്ടാണ്. നമുക്ക് പ്രീ ആയിട്ട് ക്രിയാറ്റിനാണ് യൂസ് ചെയ്യുന്നത്. പ്രീ വർക്കൗട്ട് ഇല്ല, നമുക്ക് ക്രിയാറ്റിൻ വെച്ച് ഫസ്റ്റ് തുടങ്ങാം. ഇത് പ്രൊമോഷൻ അല്ല, ഇത് വേറെയാണ്. ഞാൻ പൈസ കൊടുത്ത് മേടിച്ചാണ്. ഫ്ലേവർ സിട്രസ് ബ്ലാസ്റ്റ് ഫ്ലേവർ അത്യാവശ്യം നല്ലതാണ്. എനിക്കറിയത്തില്ല വ്ളോഗൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊന്നും. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സംസാരിച്ചങ്ങ് പോവാം. അതായിരിക്കും അതിന്റെ ഒരു ഇത്. അപ്പോ ചിലപ്പോ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ കാണും. അപ്പൊ അവർക്കൊക്കെ പറഞ്ഞു തരാം ഞാൻ ആരാണെന്നും ഞാൻ എന്താണ് ചെയ്യുന്നതെന്നും എന്റെ പണി എന്താണെന്നും എല്ലാം ഞാൻ വഴിയേ പറഞ്ഞു തരുന്നുണ്ട്. ഒരു സ്മോൾ ബാക്ക് വർക്കൗട്ട് സെക്ഷൻ ആണ്. വർക്കൗട്ട്സ് ഏതൊക്കെയാണെന്ന് ഞാൻ ഉള്ളിൽ കയറിയിട്ട് പറഞ്ഞുതരാം. ആൻഡ് ഞാനിപ്പോ ഉള്ളത് DRക്കിലാണ്, പാലാരിവട്ടം. ആൻഡ് ഞാനിപ്പോ കൊച്ചിയിലാണ് സ്റ്റേ ചെയ്യുന്നത്. സോ ഇവിടെയാണ് ഇപ്പൊ ഒരു 5 months ആയിട്ട് ഞാൻ ഈ ഒരു ജിമ്മിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഒരു വ്ളോഗ് ചെയ്യണം. അപ്പൊ ഇപ്പോഴാണ് അതിനൊരു സമയവും സന്ദർഭവും എല്ലാം കൂടെ ഒത്തു കിട്ടിയത്. ആൻഡ് അപ്പൊ നമുക്ക് ഇന്ന് പയ്യെ നമ്മുടെ ബാക്ക് ഡേ സെറ്റ് ആക്കാം. പിന്നെ ചിലപ്പോ ഈ ഒരു വീഡിയോ കാണുമ്പോ കുറെ പേര് ആലോചിക്കും ഇവൻ ഏതാ, നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള. അത് ഞാൻ തന്നെയായിരുന്നു. ഇതിനു മുമ്പ് എനിക്കൊരു പ്രാങ്ക് ചാനൽ ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ വീഡിയോസ് ഒക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഡിലീറ്റ് കളഞ്ഞു. അത് ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സാധനമായിരുന്നു. പക്ഷെ ഞാനത് പിന്നെ ഡിലീറ്റ് ആക്കി കളഞ്ഞു. അപ്പൊ ചിലപ്പോ പുതിയതായിട്ട് ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും കുറച്ച് പേര്. അപ്പൊ ഇത് കാണുമ്പോൾ ഇതിന്റെ ജിം റിലേറ്റഡ് ഞാൻ ഒരു ഫോളോ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ എന്റെ വീഡിയോ വന്നു. അപ്പൊ ഓർത്തോ അത് ഞാൻ തന്നെയാണ്. നമ്മുടെ ക്രിയേറ്റീവ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യെ പോയി നമ്മുടെ ബാക്ക് വർക്കൗട്ട് റാപ്പ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഫസ്റ്റ് നമ്മൾ വാമപ്പിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാര്യം വാമപ്പീസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എവിടെയെങ്കിലൊക്കെ പിടിച്ചു കഴിഞ്ഞുണ്ടല്ലോ അത് ഭയങ്കര സീനാണ്. അതുകൊണ്ട് വാമപ്പിൽ തന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ചെറിയ ചെറിയ വാംസ് ഉള്ളൂ, എല്ലാം ഒന്ന് സ്ട്രെച്ചിങ്ങും നല്ല രീതിക്ക് കൈയൊക്കെ ഒന്ന് അനക്കി മൂവ് ആക്കുക. എനിക്ക് പിന്നെ സ്ട്രെച്ചിങ് സ്റ്റാർട്ടിങ് ചെയ്തില്ല, അടിക്കാൻ നേരത്ത് എവിടെയെങ്കിലും പിടിക്കും. അതെനിക്ക് എപ്പോഴും ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും സ്ട്രെച്ചിങ് ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മുടെ സ്ട്രെച്ചിങ് കഴിഞ്ഞ് ഇനിയും നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് ക്ലോസ് ഗ്രിപ്പ് ലാറ്റ് പുൾ ഡൗൺ. ഇതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 സെറ്റ്, 3 സെറ്റ് ഫെയിലിയർ. ലൈക്ക് 3rd സെറ്റ് ഫെയിലിയർ ആണ്. നമ്മളിങ്ങനെ വെയിറ്റ് കൂട്ടി ആ രീതിക്കാണ് പോകുന്നത്. അപ്പോ നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. ഇതൊക്കെ നമ്മൾ പണ്ടിട്ട് നോക്കിയാൽ, പണ്ട് നമുക്കൊരു കൈക്കൊരു ബലം കിട്ടാനൊക്കെ വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഇതിപ്പോ ഇല്ലാണ്ട് പറ്റുന്നില്ല. ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഇല്ലാണ്ടിരിക്കാണ്ടാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാനിത് യൂസ് ചെയ്യുന്നത് എന്റെ ഒരു കംഫോർട്ടിന് വേണ്ടി മാത്രമാണ്. ഞാൻ ജസ്റ്റ് ഇത് പണ്ടോട്ടേ ചെയ്ത് ശീലമായി പോയോണ്ടാണ് ഞാൻ ഇതിപ്പോ യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ശീലിച്ചു പോയ കാര്യങ്ങൾ അത് മാറ്റാൻ പറ്റുന്നില്ല. പിന്നെ ഈ സാധനം ഇതില്ലെങ്കിൽ ഉണ്ടല്ലോ, ഇതില്ലാണ്ട് ഞാൻ ജിമ്മിൽ വന്ന് എനിക്ക് ഡെത്താ. കഴിഞ്ഞ ദിവസവും ഞാൻ ഈ സാധനം വീട്ടിൽ വെച്ച് മറന്നു. പിന്നെ ഞാൻ തിരിച്ചു പോയി എടുത്തിട്ട് വരാം. കാര്യം എനിക്ക് ഇതില്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല. നമ്മളൊരു കാര്യം ഇങ്ങനെ ഇതായി പോയി, അതിൽ ഫിക്സ്ഡ് ആയി പോയി. അപ്പൊ ഇതില്ലെങ്കിൽ എനിക്ക് അടിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു മൈൻഡ് ആയി പോയി. ഇത് മാറ്റണം, ചേഞ്ച് ചെയ്യണം. ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുന്നവർക്കറിയാം, ജിമ്മിൽ നമ്മൾ വരാൻ നേരത്ത് ഈ സാധനം എടുക്കാൻ മറക്കുമ്പോൾ ഉള്ള നമ്മുടെ ഒരു മാനസികാവസ്ഥ. അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് വർക്കൗട്ട് ക്ലോസ് ഗ്രിപ്പ് ലാറ്റ് പുൾ ഡൗൺ അതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടിങ് ഒരു വാമപ്പിന് വേണ്ടിട്ട് ഒരു ഫസ്റ്റ് സെറ്റ് നമുക്കൊരു വാമപ്പ് കൊടുക്കാം. അത് നമ്മൾ ഒരു സെറ്റായിട്ട് കൊടുക്കണ്ട, ലൈക്ക് ഒരു വാമപ്പ് എന്നുള്ള രീതിക്ക് കൊടുക്കാം. ഒരു നമുക്ക് 30 ഇട്ട് തന്നെ പോവാം. ഇനി നമുക്ക് ഫസ്റ്റ് സെറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് ഓടിക്കുന്ന ഇത് കൊടുത്തോട്ടെ. നമ്മൾ ഉടനെ തന്നെ കയറി അടിക്കാൻ പാടില്ല, കുറച്ചൊന്ന് ഡിലേ കൊടുക്കാം. ഇപ്പൊ കുറെ നാളായിട്ട് കൊച്ചിയിലാണ്. ആൻഡ് കൊച്ചിയിലായതുകൊണ്ട് തന്നെ ഫുഡ് നമ്മളെ വീട്ടിലത്തെ പോലെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അതിന് ഓരോ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബൾക്കിംഗ് എന്നൊക്കെ പറയുന്ന സാധനം ഭയങ്കര ടാസ്ക് ആണ് ഇവിടെ. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചിക്കനും പ്രോട്ടീനും ഒക്കെ അഡ്ജസ്റ്റ് പോകും. പക്ഷെ എന്നാൽ പോലും നമുക്ക് കറക്റ്റ് പ്രോട്ടീനുകൾ അച്ചീവ് ചെയ്യാൻ പാടാണ്. സോ അതാണ് നമ്മളിപ്പോ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ ഇഷ്യൂ. പക്ഷെ നമ്മളത് മറികടക്കണമല്ലോ.
നല്ലൊരു ഇതുള്ളൂ. ഈ ഒരു ജിം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 1 ഇയർ ആയി. ഈ 1 ഇയർ ആയിട്ടും ലൈക്ക് എന്താ പറയാ, എനിക്ക് എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് എപ്പോഴാണെങ്കിലും ഇടയ്ക്ക് ഒരു ബ്രേക്ക് വരും. എന്നാൽ ബ്രേക്കിന്റെ സമയത്താണെങ്കിൽ നമുക്ക് ഫുഡ് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ഇഷ്യൂസ് എപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ പരിശ്രമിക്കും. നമ്മൾ പ്രോപ്പറായിട്ട് ആ ഒരു ട്രാക്കിൽ എത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. നമ്മൾ നിർത്തത്തില്ല, നമ്മൾ തളരത്തില്ല, നമ്മൾ കണ്ടിന്യൂ ചെയ്ത് തന്നെ പോയി. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഫസ്റ്റ് സെറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സെറ്റ് നമുക്ക് ഒരു 75 ഒരു 80 ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. 80 നമ്മളൊരു 15 റെപ്സ് നമ്മൾ 80 തീർക്കും. ഓക്കെ, സ്ലോയില് കൺട്രോൾ ചെയ്ത് ഇറക്കാം. സ്ക്വീസ് ചെയ്യാം, റിലീസ് ചെയ്യാം. ഇവിടെ എത്തുമ്പോ ഒന്ന് സ്ക്വീസ് ചെയ്യാം. 4 5 15 റെപ്സ് കംപ്ലീറ്റ് ആണ്. അപ്പൊ നമ്മള് എപ്പോഴും ഈ ഒരു സ്ക്വീസ് വരാൻ നേരത്തെ മാക്സിമം അവിടെ ടെൻഷൻ കൊടുക്കുക, എന്നിട്ട് നമ്മൾ സ്ലോലി റിലീസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് നല്ലതിലേക്ക് സ്ട്രെച്ച് ആവുക. എപ്പോഴും ഇവിടെ കൊണ്ടുവരിക, ഇവിടെ ഒരു സ്ക്വീസ് കൊടുക്കുക. റിലീസ് ചെയ്യാൻ നേരത്തെ നമ്മുടെ കൈ കൊണ്ട് തള്ളരുത്. എപ്പോഴും റിലീസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് വെച്ചിട്ട് തന്നെ മാക്സിമം വിടാൻ ശ്രമിക്കുക. എന്നാലും നമ്മൾ ഇവിടെ കറക്റ്റ് എൻഗേജ്മെന്റ് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ സെക്കൻഡ് സെറ്റ് ഞാൻ എടുക്കുന്നില്ല, വീഡിയോ ആയിട്ട് എടുക്കുന്നില്ല. അത് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ലാഗ് ആയിപ്പോ. നമുക്ക് നേരെ തേർഡ് സെറ്റിലോട്ട് ഇനി അടുത്ത വീഡിയോ വരാം. ഓക്കെ, ഇതെന്റെ ഒരു ഫസ്റ്റ് വ്ലോഗ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്തൊക്കെ പറയണമെന്ന് അറിയത്തില്ല. എന്റെ വായി വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ കമ്മ്യൂണിക്കേഷൻ വിടുന്നുണ്ട്. എനിക്ക് അറിയത്തില്ല, ഞാൻ എക്സ്പീരിയൻസ് ഇല്ലല്ലോ. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയാണല്ലോ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. സോ മൂവിങ് ടു ദ തേർഡ് സെറ്റ്. വെയിറ്റ് ഇപ്പോ 90 kg എടുക്കുന്നുണ്ട്. നമുക്ക് 90 kg ഇട്ടൊരു 15 വേറെ ഫീതറായിരിക്കും. അത് എനിക്ക് പോകുന്ന ഡൗട്ടാ, നോക്കാം. അടിച്ചോണ്ടിരുന്ന 95 ഇട്ട് പൊക്കൊണ്ട് കാണും. ഉച്ച ടൈമല്ലേ, പീക്ക് ടൈമാണ്, നല്ല ചൂടുകൊണ്ട് പോകുന്നറിയത്തില്ല. സീറോ ഒരു 2.5 പോയിരുന്നു. പക്ഷെ ഞാനത് കൊടുക്കാൻ നമുക്ക് അടുത്ത ഉറപ്പുണ്ടല്ലോ. അത് കറക്റ്റ് 15 റെപ്സ് പോയി. പോസിറ്റീവ് ലാറ്റ് പുള്ളുകൊണ്ട് 3 സെഷൻ കഴിഞ്ഞു. അടുത്തത് നമുക്ക് ഇനി ഉള്ളത് നെക്സ്റ്റ് വർക്കൗട്ട് സീറ്റഡ് കേബിൾ ഡ്രോ. ഇതിൽ തന്നെ ക്ലോസ് ഗ്രിപ്പ് ലാറ്റ് പുള്ളും അടിക്കാം. സോറി, ക്ലോസ് ഗ്രിപ്പ് സീറ്റഡ് കേബിൾ ഡ്രോ അടിക്കാം. ഓക്കെ, സോ സീറ്റഡ് കേബിൾ ഡ്രോ നമുക്ക് സ്റ്റാർട്ടിങ് ഫസ്റ്റ് സെറ്റ് നമുക്കൊരു 70 പോവാം. 70 നമുക്ക് സീറ്റഡ് കേബിൾ ഡ്രോ ഫസ്റ്റ് സെറ്റ് അടിക്കാം. ഈ ചൂടുണ്ടല്ലോ, കൊച്ചിയിലെ ചൂട് എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റത്തില്ല. ഒരു രക്ഷയില്ലാത്ത ചൂടാ. പക്ഷെ നമ്മുടെ ഈ AC കൊണ്ട് നമ്മൾ റിച്ച് ആണല്ലോ, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. പക്ഷെ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ വെക്കും. വീട്ടിൽ നമുക്ക് AC ഇല്ലാത്തതുകൊണ്ട് ഫുൾ ടൈം ജിമ്മിൽ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്ത് ചെയ്യാനാ. എനിക്ക് ബാക്ക് വർക്കൗട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ബാക്ക് മാത്രമായിട്ട് ഒരു വ്ലോഗ് തന്നെ ചെയ്യാൻ ഓർത്ത്. ഞാനിത് ഒരു 4-5 മാസമായിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നാണ് ഒരു വീഡിയോ ആയിട്ട് എടുക്കണം. പക്ഷെ ഇതിനൊന്നും ടൈം കിട്ടണില്ല. അതിന്റെ സപ്പോർട്ട് ആയിട്ട് ഒരാളെ കിട്ടണില്ല. വീഡിയോ എടുക്കാനൊന്നും എനിക്ക് ഒരാളെ കിട്ടുന്നില്ല. കാര്യം ഞാനിപ്പോ അവിടുന്ന് എന്റെ നേറ്റീവ് പ്ലേസിൽ നിന്ന് ഷിഫ്റ്റ് ആയിട്ട് ഒരു 5 months ആയി. പക്ഷെ ഈ 5 months അവിടെ നിന്നിട്ട് എന്റെ ഇൻസ്റ്റയിൽ എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ വീഡിയോസ് ഇടുന്നത് കുറഞ്ഞു. കമ്പാരിറ്റീവ്ലി ഞാൻ കുറഞ്ഞു. പണ്ട് കണ്ട അങ്ങനെ വീഡിയോസ് അത്യാവശ്യം നല്ല രീതിക്ക് റീച്ചും കാര്യങ്ങളുണ്ടായിരുന്നു, കൊളാബറേഷൻസ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മുടെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് ആ ഒരു സാധനം നമ്മുടെ കയ്യിൽ നിന്ന് പോയി, ലോസ് ആയി പോയി. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഒന്നീന്നെല്ലാം റീബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുവാണ്. സോ അപ്പൊ ഈ വീഡിയോ കാണുന്ന ആരാണേലും സബ്സ്ക്രൈബ് ആൻഡ് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക. നല്ല നല്ല കോണ്ടന്റ്സ് ഞാൻ തരുന്നതായിരിക്കും. ആൻഡ് പിന്നെ ഞാനിപ്പോ കുറച്ചുകൂടെ ഈ ജിം കോണ്ടന്റ്സ് മാത്രമല്ല, ഞാൻ കുറെ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും റിലേറ്റബിൾ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതുകൂടെ നോക്കുക. കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ. ഓക്കെ, അങ്ങനെ നമ്മുടെ സെക്കൻഡ് സെറ്റും കംപ്ലീറ്റ് ആയി. ലാസ്റ്റ് സെറ്റോടെ കഴിഞ്ഞാൽ നമ്മുടെ
2 വർക്കൗട്ട്സ് കംപ്ലീറ്റ് ആയി. അയ്യോ സോറി ഗൈസ്, വീണ്ടും ആള് കയറി. നമുക്ക് ആള് മാറിക്കടിക്കാം. രണ്ടാമത്തെ വർക്കൗട്ട് എന്താ പറഞ്ഞത്തെ, നമ്മളിപ്പോ വെയിറ്റ് തേർഡ് സെറ്റിൽ നമ്മൾ 80 kg ഇട്ടിട്ടുണ്ട്. 80 kg ഒരു 15 reps. അതൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സിംഗിൾ ആം റിവേഴ്സ് ഫുള്ള് ഉണ്ട്. അതും കൂടെ ചെയ്തിട്ട് നമുക്ക് ലോവറിന് കൊടുക്കാണ്ട് സിംഗിൾ ആം റിവേഴ്സ് ഫുള്ള് ഉണ്ട്. അപ്പോൾ അതും കൂടെ കൊടുക്കുമ്പോൾ ലാറ്റ്സ് നല്ല രീതിക്ക് കത്തും. ഫ്രണ്ട് ലാറ്റ് പുൾ ഡൗൺ ആണ്. ഇത് നമുക്ക് റിവേഴ്സ് അടിക്കാം, ഇങ്ങനെ പിടിച്ചടിക്കാം. ഇത് ലാറ്റ് പുൾ ഡൗൺ മെഷീനാണ് കേട്ടോ. ഈ കാണാൻ ലാറ്റ് പുൾ ഡൗൺ മെഷീനാണ്. പക്ഷെ ഇത് എല്ലാവരും പ്രത്യേക രീതിയാണ്. നോക്കിയേ, നമുക്ക് മറ്റേ ബാറല്ല, അതിന് പകരം ഇങ്ങനെയാണ്. ഇവിടെ എല്ലാം ഭയങ്കര വെറൈറ്റിയാണ്. നമ്മുടെ ജിമ്മിൽ TV ഉണ്ട്. നമുക്ക് എന്തൊക്കെ സൗകര്യമാകണം, AC, TV, പിന്നെ വെള്ളം കുടിക്കാൻ വേഷമൊക്കെ. റിച്ച് ആയുള്ള പ്രശ്നം നോക്കി. ഫ്രണ്ട് റിവേഴ്സ്, ഫ്രണ്ട് ലാറ്റ് പുൾ ഡൗൺ. സോ ഇതിലാണ് നമ്മുടെ തേർഡ് വർക്കൗട്ട്. നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട് ഇതാണ്. ലാറ്റ്സിന് നമുക്ക് കത്തിക്കാം. ലാറ്റ്സ് കത്തിക്കാൻ വൺ ഓഫ് ദ ബെസ്റ്റ് വർക്കൗട്ട് ആണ്. ഫസ്റ്റ് സെറ്റ് ഒക്കെ നമ്മള് പുഷ്പം പോലെ അടിക്കും. 10 kg ഉള്ളല്ലോ, ഈസി. നമുക്ക് അടുത്തിട്ട് വെയിറ്റ് കൂട്ടാം. സെക്കൻഡ് സെറ്റിൽ നമുക്കൊരു 10 ആഡ് ചെയ്ത് 20 ആക്കാം. ടോട്ടൽ 40 ആക്കാം. തേർഡ് സെറ്റിൽ നമുക്ക് ഒരു 5 ആഡ് ചെയ്യാം. അപ്പോ ഒരു 20, 25, 25, 50 ഇട്ട് നമുക്ക് തേർഡ് സെറ്റ് അടിക്കാം. സെക്കൻഡ് സെറ്റ് ഞാൻ കാണിക്കണല്ലോ കേട്ടാ. അത് അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് ആയി പോകും. നമുക്ക് മാക്സിമം ഷോർട്ട് ആക്കാം വീഡിയോ. നമുക്ക് ഈ ഒരു വീഡിയോയുടെ റെസ്പോൺസ് അറിഞ്ഞിട്ട് വേണം എനിക്ക് അടുത്ത ചെസ്റ്റ് ഡേ ബ്ലോഗ്. സോ എല്ലാവരും കമന്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ കമന്റ് ചെയ്യുക. എന്നാലേ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ. നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുമ്പോഴേ എനിക്ക് ലൈക്ക് അടുത്ത വീഡിയോ ഇടണം എന്നുള്ളൊരു മൈൻഡ് കിട്ടത്തുള്ളൂ. സോ കീപ് മോട്ടിവേറ്റിംഗ് മീ. നമുക്ക് നമ്മുടെ തേർഡ് സെറ്റിലോട്ട് പോവാം. നമുക്ക് വെയിറ്റ് ഒന്ന് കൂട്ടാം. ഒരു 5 ഇട്ടിട്ട് 25 അടിക്കാം. 25 ആകുമ്പോൾ ഡെത്ത് ആയിരിക്കും കേട്ടോ. എനിക്ക് ഓർക്കാൻ പോലും മേല. ഇതടിച്ചിട്ട് തന്നെ എന്റെ കിളി പാറിയിരിക്കുക. ടോട്ടൽ 50 kg ഉണ്ട്. ഇതടിച്ച് ഞാൻ ഇഞ്ചപ്രയോജനമായിട്ട് കാണാം. സോ യു ഗോണ ക്രാഷ് അവർ ബാക്ക്. Easy. 1, 2, 3, 4, 1, 2, 3. തേർട്ടീൻ പോയി. 2 അടിക്കാന്നല്ല, പക്ഷെ അത് പോകത്തില്ല. അത് കറക്റ്റ് ഫോമിൽ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ 30 മിനിറ്റ്സ് തന്നെ നിർത്തിയേ. 50 kg ഒക്കെ 13 ഇട്ട് കുറച്ച് ടാസ്ക്കാണ്. ഞാൻ ഓൾറെഡി അത് വെച്ച് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഒരു ഇച്ച ടൈം ആയതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ വർക്കൗട്ട് രാത്രിയാണ്. അപ്പോൾ ഓൾറെഡി കുറെ ഫുഡ് കൺസ്യൂം ആയതുകൊണ്ട് തന്നെ എനർജി നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. സോ ഉച്ച ടൈം ആയതുകൊണ്ട് ആകെ ഞാനൊരു കഞ്ഞിയും ചിക്കനും 2 മുട്ടയുടെ ബലത്തിലാണ് നിൽക്കുന്നത്. ഉച്ചയായതുകൊണ്ട് തന്നെ ഒരു കഞ്ഞിയും ചിക്കനും 2 മുട്ടയും കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ നമ്മുടെ പ്രിയായിട്ട് ക്രിയേഷൻ കൊടുത്ത്. പക്ഷെ ഉച്ചയാണ് ഭയങ്കര ഹീറ്റ്. നമുക്ക് എനിക്കൊരു ഇപ്പൊ ടൈമുണ്ട്. ഞാൻ നൈറ്റ് ആണ്. എനിക്ക് ഈ നൈറ്റ് ടൈമിൽ അടിച്ചാൽ എനിക്ക് അടിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള മൈൻഡ് ഉണ്ട്. അതുകൊണ്ട് രാവിലെ എനിക്ക് പോയി അടിക്കാൻ പറ്റത്തില്ല. ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ അടിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പൊ ഉച്ചയ്ക്ക് വന്നെന്ന് വെച്ചാൽ ജിമ്മില് ബാക്കിയുള്ളവരുള്ളതുകൊണ്ട് അവർക്കൊരു ശല്യമാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഉച്ചയ്ക്ക് വന്നത്. അപ്പൊ ഉച്ചയ്ക്ക് ഭയങ്കര തിരക്ക് കുറവാണ്. പിന്നെ ഞായറാഴ്ച കൂടെ ആണല്ലോ, അപ്പൊ ഭയങ്കര തിരക്ക് കുറവാണ്. അല്ലാത്ത ടൈമൊക്കെ രാത്രി കഴിക്കാണ് ഭയങ്കര തിരക്ക്. അപ്പോൾ അവർക്കും ബുദ്ധിമുട്ടാവും. ഈ ഒരു സമയത്ത് നമ്മൾ ഒന്ന് വീഡിയോ എടുക്കുകയാണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാവും. അവർക്ക് വർക്കൗട്ട് ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ തേർഡ് വർക്കൗട്ടും കഴിഞ്ഞു. ഇനി നമുക്കുള്ളത്
ലോവറിനാണ്, ലോവർ ബാക്കിന് നമ്മൾ ഹൈപ്പർ എക്സ്റ്റൻഷൻ ആണ് കൊടുക്കുന്നത്. ഹൈപ്പർ എക്സ്റ്റൻഷൻ, വെയിറ്റ് നമ്മൾ റീറാക്ട് ചെയ്യണം. എപ്പോഴാണെങ്കിലും നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് റീറാക്ട് ചെയ്യേണ്ടതാണ്. ഞാൻ വീഡിയോ കണ്ട് ചെയ്യണല്ലോ കേട്ടോ, ഞാൻ എപ്പോഴും പ്രോപ്പറായിട്ട് റീറാക്ട് ചെയ്യാറുള്ളതാണ്. പ്രോപ്പർ. അപ്പൊ നമുക്ക് നമ്മുടെ ഹൈപ്പർ എക്സ്റ്റൻഷന്റെ ലൈക്ക് ഫസ്റ്റ് സെറ്റ് അല്ല, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സെറ്റ്, ഒരു ഒറ്റ സെറ്റേ ഉള്ളൂ. അത് നമുക്ക് പ്രോപ്പറായിട്ട് ഫോമിൽ കൊടുക്കാം. എനിക്കില്ല ബാക്ക് ഉണ്ടല്ലോ, ലോറിന് നല്ല പിടുത്തം കിട്ടുന്ന സാധനമായി. അങ്ങനെ നമ്മുടെ ബാക്ക് ഡേ കംപ്ലീറ്റ് റാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. സോ വേറെന്താ പറയാ, അത്രേ ഉള്ളൂ. സോ എല്ലാരും അക്കൗണ്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമന്റ് ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് കാണിച്ചു കൊടുക്കുക. അപ്പൊ ഓക്കെ, ബൈ.